നമ്മളെ കരയിക്കുന്ന വല്ലാത്ത ക്ഷോഭം വരുത്തുന്ന ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഞാൻ വായിക്കാം. പ്രേക്ഷകർ പറയണം, പ്രേക്ഷകർ മുഴുവൻ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല എങ്കിൽ പോലും ഒരു വളരെ റിലവൻ്റായ ഇന്നത്തെ ദിവസം വല്ലാതെ മഴ പെയ്യുക, പ്രകൃതി പോലും കരയുന്നൊരു ദിവസമാണ്. ഈ ദിവസം നമ്മൾ വായിക്കേണ്ട, അറിയേണ്ട ഒരു കുറിപ്പാണ്. മതിയോടോ മാപ്രകളെ ആഘോഷിച്ചത്. ആ വയസ്സായ അമ്മൂമ്മ ഒന്നുറങ്ങട്ടെ. ഇന്നലെ രാവിലെ മുതൽ അവർ നെഞ്ചുപൊട്ടി കരയുകയല്ലേ. ഇനിയെങ്കിലും കുറച്ചു നേരം മാറ്റിവെക്ക് നിൻ്റെയൊക്കെ ക്യാമറ ലൈറ്റ്. എയർപോർട്ടിൽ വന്നിറങ്ങിയ ആ പാവം സ്ത്രീ ജീവിച്ചിരിക്കുന്ന അവരുടെ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചൊന്ന് പൊട്ടിക്കരയട്ടടോ. മാറ്റിപ്പിടിക്ക് നിൻ്റെയൊക്കെ ക്യാമറ. മകനെ വലുതാക്കി പട്ടാളക്കാരനും ഫുട്ബോളറും ആക്കാനായി ജീവിച്ച ആ നിസ്സഹായനായ പിതാവ് ഒന്നുറക്കെ കരഞ്ഞു തീർക്കട്ടടോ. മാറ്റിപ്പിടിക്ക് നിൻ്റെയൊക്കെ ലൈവ് കവറേജ്. റേറ്റ് കൂട്ടാൻ നീയൊക്കെ കാണിക്കുന്ന ഈ വൃത്തികേട് അതിര് കടക്കുന്നു. 13 വയസ്സുള്ള ഒരു കുഞ്ഞിനെ വെച്ച് നീയൊക്കെ കാണിക്കുന്ന പേക്കൂത്ത് കണ്ടിട്ട് സഹിക്കുന്നില്ലടോ. നിൻ്റെയൊക്കെ മക്കളുടെ മുഖമൊന്ന് സങ്കല്പിച്ച് നോക്കൂ. ആ കുഞ്ഞിൻ്റെ സ്ഥാനത്ത്, എന്നിട്ട് ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്ന ആൾ, പേര് ഞാൻ പറയാം, ആ അമ്മൂമ്മയുടെ സ്ഥാനത്ത് ഞാനെങ്ങാൻ ആയിരുന്നെങ്കിൽ ആദ്യം എണീറ്റ് നിൻ്റെയൊക്കെ ക്യാമറ തച്ചു പൊടിച്ചിട്ട് കഥകടച്ച് കുറ്റിയിട്ടേനെ. ഇത് എഴുതിയിരിക്കുന്നത് ഷിബി പി കെ ആണ്. ഷിബി പി കെ ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റാണ്, അറിയപ്പെടുന്ന ഒരു HR കൺസൾട്ടൻ്റാണ്. അവരുടെ മനസ്സ് നൊന്ത് ആത്മരോഷവും സങ്കടവും അണപൊട്ടി ഒഴുകുന്ന ഒരു കുറിപ്പാണ്. സത്യത്തിൽ ഇന്നിപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ നേരത്തെ ഇവിടെ ഒരു ടോക്ക് ഷോയിലിരിക്കുമ്പോൾ ഒരു ചാനലിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, എല്ലാ ചാനലും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ കരയുന്ന അമ്മൂമ്മയുടെ മുഖത്തേക്ക് ഇങ്ങനെ കണ്ണുനീര് വരുന്നത് ഇങ്ങനെ ക്ലോസപ്പിൽ കാണിക്കുകയാണ്. എന്തൊരു വൃത്തികേടാണ്. ഒരു മരണം, ഒരു കുഞ്ഞു മോൻ്റെ, നമ്മുടെയൊക്കെ ഒരു ഈ രാജ്യത്തിൻ്റെ, ഈ നാടിൻ്റെ പ്രതീക്ഷയാവേണ്ടിയിരുന്ന ഒരു കുഞ്ഞിൻ്റെ മരണത്തെ റേറ്റ് കൂട്ടാൻ വേണ്ടി ഇത്ര അധാർമികമായി ചെയ്യുന്നല്ലോ എന്ന് ഒരു മാധ്യമ പ്രവർത്തനം കൂടിയായ എനിക്കും തോന്നുന്നുണ്ട്. അങ്ങേക്കും തോന്നുന്നില്ലേ ഇത്? അല്ല, ഇത് നമ്മുടെ ഇന്നത്തെ സത്യം പറഞ്ഞാൽ ഈ കുഞ്ഞ് മരിച്ചത് വളരെ ഒരു ദുരന്തമാണ്. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ഈ മുഖ്യധാരാ മാധ്യമങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഈ കേരളം നേരിടുന്ന ഒരു ദൈനംദിന ദുരന്തമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫോക്കസ് അവരുപയോഗിക്കുന്നത് മുഴുവൻ വലിയ വലിയ കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. മാനുഷിക വികാരങ്ങൾ, ജനായത്ത സംവിധാനം, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഇങ്ങനെയുള്ള വലിയ വലിയ വാക്കുകൾ പറയും. ഇങ്ങനെയുള്ള മുഴുവൻ സാധനങ്ങളാണ് ഇവർ ഉരുപ്പടിയായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇതിനെല്ലാം ഉപയോഗിക്കുന്നത് ഒറ്റ സിംഗിൾ ഫോക്കസിൻ്റെ പേരിലാണ്. തങ്ങളുടെ റേറ്റിംഗ് കൂട്ടുക. അല്ലാതെ ഒരു അവിടെയാണ് ഈ വ്യക്തികളുടെ ആണെങ്കിലും അതേപോലെ തന്നെ സ്ഥാപനങ്ങളുടെ ആണെങ്കിലും ഈ ക്വാളിറ്റി വേർതിരിയുന്നത് അവിടെയാണ്. നമ്മളുടെ ഫോക്കസ് എന്തിലാണെന്നുള്ളതാണ്. നമ്മളുടെ ഫോക്കസ് ഉദാഹരണത്തിന് ഗവൺമെൻറ്റിൻ്റെ ഫോക്കസ് അധികാരത്തിൽ ഇരിക്കുന്ന മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ അധികാരത്തിൽ ഇരിക്കുന്നതിൻ്റെ അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളതാണോ, പാർട്ടിയെ വളർത്തുക എന്നുള്ളതാണോ, അതോ ജനങ്ങളാണോ? ഈ രണ്ട് ഫോക്കസ് ഉണ്ട്. ജനങ്ങളാണ് ഫോക്കസ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കംപ്ലീറ്റ് എല്ലാ അവസ്ഥയും മാറുകയാണ് ചെയ്യുന്നത്. തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ പിന്നിലെല്ലാം ഈ ഒരു ഫോക്കസ്, ഈ ഒരു ചിന്തയായിരിക്കും വരുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഒരു മാധ്യമം എന്ന് പറയുന്ന സംഗതി വ്യക്തിയാണെങ്കിലും സ്ഥാപനമാണെങ്കിലും ഈ ഫോക്കസിലാണ് ഇരിക്കുന്നത്. ഈ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേരളത്തിൻ്റെ ഇത് മൊത്തത്തിൽ ഇങ്ങനെയാണ് എങ്കിൽ പോലും ഇന്ന് കേരളത്തിൽ ഇത് ഒന്നാമത് വരാനായിട്ട്, അതല്ലെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ആർത്തിയാണ്. ആർത്തി എന്തുകൊണ്ട് വരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാവരും പറഞ്ഞ് ഡോക്ടറേറ്റ് ഉള്ളവരെ നമ്മുടെ മാധ്യമരംഗത്ത് അല്ലേ, സത്യം പറഞ്ഞാൽ സങ്കടം തോന്നുകയാണ്. ഇതൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ എന്നല്ല നമ്മളുടെ വിദ്യാഭ്യാസവും സംസ്കാരവും തമ്മിലുള്ള ബന്ധം കാണിക്കുന്നുണ്ട്. കാരണം ഈ മരണത്തെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആഘോഷിക്കുകയാണ്. ആഘോഷിക്കാൻ ഇവർക്ക് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ചെറിയ കുട്ടി, സ്കൂൾ വിദ്യാർത്ഥി, സർക്കാരിൻ്റെ അനാസ്ഥ, ദാരിദ്ര്യം, പിന്നോക്ക കുടുംബം, ഇതെല്ലാ ചേരുവകളും ചേർത്ത് ഒരു മസാല പരുവത്തിൽ ഈ മരണം ആഘോഷിക്കുകയാണ്. അത് മാത്രമല്ല, ഇതിനകത്ത് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ണോക്കെന്ന് പറഞ്ഞ് പണ്ട് 19ാം നൂറ്റാണ്ടിൽ കേരളത്തിലൊരു പരിപാടി ഉണ്ടായിരുന്നു. വടക്കേന്ത്യയിലൊക്കെ ഉണ്ട്. ഇപ്പോൾ രുദാലി സിനിമയൊക്കെ ബേസിലുള്ള സാധനം. ഈ കണ്ണോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗക്കാർ, ഈ സാമുദായികമായിട്ട് പിന്നോക്കമുള്ള വിഭാഗക്കാർ വന്നിട്ട് ഈ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നിലവിളിക്കുക. അവർക്ക് പ്രത്യേക പിന്നെ പരിചയം പോലും വേണ്ട. അല്ല, ഒരു ഗ്രൂപ്പ് വരുന്നു. ഗ്രൂപ്പ് വന്നിട്ട് അയ്യോ ഇന്നലെയും ഇദ്ദേഹം ഞങ്ങൾക്ക് ഇത് തന്നല്ലയോ, ഇദ്ദേഹമല്ലേ ഇന്നലെ ഞങ്ങൾക്ക് തന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ അപദാനങ്ങൾ പറഞ്ഞ് നിലവിളിച്ചിട്ട് ഇവരങ്ങ് പോകും. ഇവർക്ക് കിട്ടാനുള്ള സാധനവും വാങ്ങും. ആ കണ്ണോക്ക് പരിപാടിയാണ് ഇപ്പോൾ ഈ മാധ്യമം നടത്തുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ
ജുഗുപ്സാവഹം എന്നുള്ളൊരു വാക്കിൻ്റെ അർത്ഥം അറിയണമെന്നുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ ഈ മരണം കവർ ചെയ്ത രീതി നോക്കിയാൽ മതി. വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് അല്ലേ? മാത്രമല്ല ഒരു ഇവർക്കിത് കവർ ചെയ്യണമെങ്കിൽ എന്തെല്ലാം വേറെ തലത്തിൽ കവർ ചെയ്യാൻ പറ്റും. അതെ അതെ, ഉദാഹരണം പല രീതിയിൽ കവർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സംഭവത്തിൻ്റെ ഈ ഒരു ഏറ്റവും ദുർബലമായ ഒരു സംഗതി എടുത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരെടുത്ത് ആലോചിച്ച് നോക്കുക. അതാണ് എനിക്ക് സങ്കടം. ഞാനിവിടെ വന്നിട്ട് ഇത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ TV ഓഫ് ചെയ്യും. ഞാനും ഓഫ് ചെയ്തിട്ടാണ് വരുന്നത്. കാരണം ഞാനത് കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് വാർത്ത എന്നുള്ള സംഗതി വളരെ ദാരുണമായൊരു സംഭവമാണ്. ഒരു കുഞ്ഞ് ഇങ്ങനെ കയറി മരിച്ചു. ഇതൊരു 2 മിനിറ്റ് കൊണ്ട് എടുക്കാവുന്ന വാർത്ത, ഒരു സാധാരണക്കാരനുള്ള ഇത് മനസ്സിലാക്കാനുള്ള വാർത്ത ഇതിനകത്തുള്ളൂ. ഫോളോ അപ്പ് ചെയ്യാം, അനാസ്ഥ കൊണ്ടുവരാം, എല്ലാം എക്സ്പോസ് ചെയ്യാം. തീർച്ചയായിട്ടും ചെയ്യണത്. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഉത്തരവാദിയായ ഒരു പ്രധാനപ്പെട്ട കക്ഷി ഉണ്ടാവും. അല്ല, ഒരുപാട് പേര് ഉത്തരവാദിത്വം ഉണ്ടാവത്തില്ല. ഇതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി ഉണ്ടാവും, ഡിസിഷൻ എടുക്കാനുള്ള വ്യക്തി. കാര്യം ഏതൊരു സ്ഥാപനമാണെങ്കിലും ഒരു ഡിസിഷൻ മേക്കർ ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ വ്യക്തിയാണെന്നെങ്കിൽ നമ്മുടെ ബുദ്ധിയാണ് നമ്മളുടെ ഡിസിഷൻ എടുക്കേണ്ടത് എന്ന് പറഞ്ഞതുപോലെ ഏതൊരു സ്ഥാപനവും ഏത് രാജ്യമാണെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഡിസിഷൻ മേക്കർ ഉണ്ടാവും. ആ ഡിസിഷൻ മേക്കർക്കാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ആ ഉത്തരവാദിത്തമുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ, ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറുതെ ഈ മറ്റുള്ളവരുടെ പുറത്ത് അധികാരം പ്രയോഗിക്കാനുള്ള സാധനമല്ല. അധികാരം എന്ന് പറയുന്നത് കാര്യം നടപ്പിലാക്കാനുള്ളൊരു വഴിയാണ്. അല്ല, അധികാരം മോശപ്പെട്ട സാധനമൊന്നുമല്ല. അതൊരു ഒരു സംഗതികൾ നടപ്പിലാക്കാനും ഉള്ള ഒരു വഴി മാത്രമാണ് അധികാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി എന്ന് പറഞ്ഞപ്പോൾ സ്കൂളിലും മാനേജറുണ്ട് അല്ലേ? മാനേജറുണ്ട്. എന്തുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ റിയൽ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കേരളം ഭരിക്കുന്ന പാർട്ടിക്ക് എന്തും ഈ നാട്ടിൽ ചെയ്യാം, ആരും ചോദിക്കാൻ പാടില്ല. ഇവിടുത്തെ സംവിധാനങ്ങൾ, ഇപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ എൻജിനീയർ ആയിക്കോട്ടെ, അതല്ല സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആയിക്കോട്ടെ, ഹെഡ് മാസ്റ്റർ ആയിക്കോട്ടെ, അതല്ല ഇനി ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ആൾക്കാരായിക്കോട്ടെ, ഞങ്ങൾ തോന്നണമെങ്കിൽ ചെയ്യും. ആ ഒരൊറ്റ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ പറ്റിയൊരു അപകടമാണ്. ഇതൊരു പൊളിറ്റിക്കൽ കൾച്ചർ, കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ കൾച്ചറിൻ്റെ വിക്ടിമാണ് ഈ മിഥുൻ എന്ന് പറയുന്ന കുട്ടി. ഈ ഒരു അവിടെയാണ് നമ്മൾ ഈ ജേർണലിസം വരെ, ഈ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഒരു ശക്തി വരുന്നത് അവിടെയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇത് ജനങ്ങളിലേക്ക് ഇത് ബോധ്യപ്പെടുന്ന രീതിയിൽ ഇത് പറയാൻ, അല്ല വെറുതെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മളിങ്ങനെ ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ കാരണക്കാരെ കണ്ടെത്തി ശിക്ഷിച്ചേ പറ്റൂ. അത് ശിക്ഷയോ അതല്ലെങ്കിൽ ഒരു നടപടിയോ അല്ലത്, അതൊരു പ്രതികാരദാഹമാണ്. അപ്പോൾ ഈ പ്രതികാരദാഹത്തെ താൽക്കാലികമായിട്ട് ശമിപ്പിച്ചു കഴിഞ്ഞാൽ മലയാളികൾ ഈ ഒരു വിഷയം നമുക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ, പിന്നെ അത് വിട്ടു മലയാളി അല്ല അനുകൂലമാക്കി മാറ്റുകയും ചെയ്യും. ഉദാഹരണത്തിന് ഇപ്പം ഈ അപകടം ഉണ്ടായ നിമിഷം, ആ കേട്ട നിമിഷം തന്നെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആരാണെങ്കിലും ശക്തമായ നടപടി സ്വീകരിച്ചിരിക്കും. അവരവിടെ എന്തിനായിരിക്കുന്നത്? ശക്തമായ നടപടി എടുത്തേടണം. അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു പ്രതികാരം, ഈ ഒരു കുട്ടിക്ക് മരണം സംഭവിച്ചു, അപ്പം മരണം സംഭവിച്ചതിന് കാരണക്കാരനായവനെ അടുത്ത നിമിഷത്തിൽ കൊന്നേ അടങ്ങും എന്നുള്ളൊരു വാശിയാണ്. ജനങ്ങൾക്കും അത് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. മാധ്യമങ്ങളിലൂടെ ഉണ്ടായൊരു സംഗതിയാണ്. അപ്പോൾ ഉടനെ അവരൊക്കെ നടപടി എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഗവൺമെൻറ് നന്നായിട്ട് ആക്ട് ചെയ്തു. പിന്നെ കുറച്ച് കാശുകൂടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഇമേജും വർദ്ധിപ്പിക്കാം. ആ ഒരവസ്ഥ എത്തുന്നു. അപ്പോൾ ഒരു ദുരന്തത്തെ പോലും എങ്ങനെ എൻകാഷ് ചെയ്യാം, എങ്ങനെ നമുക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാം എന്നുള്ളൊരു ഫോക്കസിലാണ് ഗവൺമെൻറ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ശരിക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഒരു മാധ്യമത്തിൻ്റെ വ്യക്തമായ കാഴ്ച വേണം. എന്താണ് സംഭവം എന്നുള്ളത് തിരിച്ചറിയണം. ഒരു കുട്ടി ഇങ്ങനെ മരിച്ചു, അതെന്തുകൊണ്ടാണ് സംഭവം, സിസ്റ്റത്തിൻ്റെ ഫോൾട്ടാണെങ്കിൽ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് ഒരു റിയൽ സോഷ്യൽ ഇഷ്യൂവിനെടുത്ത് മുമ്പിലേക്ക് വയ്ക്കാൻ പറ്റുക. മറിച്ച് ഇതിപ്പം അവിടെ സ്പോട്ടിൽ നിൽക്കുന്ന റിപ്പോർട്ടറോട് ചോദിക്കുകയാണ്, ഈ അമ്മ വരുമ്പോൾ, ഈ പിന്നെ ന്യൂസ് സ്റ്റുഡിയോയിൽ നിന്ന് ചോദിക്കുകയാണ്, ഈ അമ്മ വരുമ്പോൾ അതെങ്ങനെ സഹിക്കുമെന്ന് പറയൂ എന്ന് റിപ്പോർട്ടറുടെ പേര് വിളിച്ചിട്ട് ചോദിക്കുന്നു. അതും ഒരു സ്ത്രീ, ഒരു വനിതാ റിപ്പോർട്ട്. ഞാനിപ്പോൾ ജസ്റ്റ് അത് കേട്ടപ്പോഴാണ് ഞാൻ ഇത് ഓഫ് ചെയ്തത്. അപ്പോൾ ഈ രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഫോക്കസ്ഡ് അല്ലാത്ത എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും, ഇപ്പോൾ ഷിരൂര് ലോറി, അതേ സെയിം സാധനമാണ് ഇവിടെ നടക്കുന്ന സംഗതി. ഒരു കുഞ്ഞിൻ്റെ മരണം വെച്ചിട്ട് അതിനെ വെച്ചിട്ട് റേറ്റിംഗ് ഉണ്ടാക്കാൻ നോക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, മനുഷ്യനെ ഇതിൽ കൂടുതൽ അധപ്പതിക്കാൻ പറ്റും. അതെ, ഇന്ന് റേറ്റിംഗ് ഉണ്ടാക്കാൻ എന്ത് ദുരന്തം സംഭവിക്കും,
അല്ലെങ്കിൽ എന്തെങ്കിലും ദുരന്തം സംഭവിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചാനൽ മുതലാളിയും റിപ്പോർട്ടറും ഉണർന്നിരിക്കുന്നു. ഇവർക്ക് എന്ത് ധാർമ്മികതയുള്ളേ? ഇവർക്ക് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയാൻ എന്ത് ധാർമ്മികതയുള്ളേ? അതല്ല, ഇവർക്ക് മാധ്യമപ്രവർത്തനത്തെക്കുറിച്ചും ഒരു മാധ്യമ പ്രവർത്തകനാണെന്നോ പ്രവർത്തകയാണെന്നോ അഭിമാനിക്കാനുള്ള എന്ത് യോഗ്യതയുള്ളേ? ഒരു സോഷ്യൽ പെർസ്പെക്റ്റീവ്, സമൂഹത്തെ എങ്ങനെ കാണുന്നു എന്നൊരാൾ ചോദിച്ചാൽ എങ്ങനെ, അതെന്താണ് അവരുടെ കാഴ്ചപ്പാട് എന്താണ്? ഏതെങ്കിലും ഒരു ഹ്യൂമൻ ക്വാളിറ്റീസ് ഈ മാധ്യമപ്രവർത്തകന് ഈ ഒരു വാർത്തയെ ഇത്തരത്തിലുള്ള വാർത്തയെ ട്രീറ്റ് ചെയ്യുന്നതിലൂടെ എടുത്തു കാണിക്കാൻ പറ്റും? മനുഷ്യൻ്റെ വികാരങ്ങൾക്ക് നേർ വിപരീതമായിട്ടുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെയൊക്കെയാണ് മൃഗങ്ങൾക്കൊരു കോമൺ സെൻസ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ കണ്ടവർ ലജ്ജിച്ചു പോയതിനായിരുന്നു. അതെ അതെ. കാരണം അവരൊരിക്കലും ഈ മൃഗങ്ങൾ ഒരിക്കലും ഇത്തരത്തിലുള്ള രീതി ചെയ്യില്ലല്ലോ. നമ്മൾ അതിനെക്കാട്ടിയൊക്കെ എത്രയോ താഴേക്ക് പോകുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ദൈനംദിന ദുരന്തമായിട്ട് നമ്മളുടെ മുഖ്യധാര മാധ്യമങ്ങൾ അതീവ ദയനീയമായ ഒരു സാമൂഹിക അവസ്ഥയാണ്. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.